വേറൊരു ബ്യൂട്ടിഫുൾ സാറ്റർഡേ. ഇന്ന് ഒരു ചാരിറ്റി ഷോപ്പിൽ പോകണം. കുറച്ച് ടോയ്സ് അവർക്ക് കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് ലൈബ്രറിയിൽ ഒന്ന് പോകണം. ഐക്കിയുടെ കുറച്ച് ബുക്സ് തിരിച്ചു കൊടുക്കാനുണ്ട്, അവന് കുറച്ച് ബുക്സ് എടുക്കാനുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലം കാണാൻ പോകണം ഡാഡിയുടെയും മക്കളുടെയും ഒപ്പം. അതാണ് ഇന്നത്തെ പ്ലാന്. ഞാൻ പഠിക്കുന്ന കാലത്ത് പോലും ലൈബ്രറിയിലൊന്നും കയറിയിട്ടില്ല. പക്ഷേ ആ കുറവൻ്റെ മക്കളായിട്ട് നികത്തിയിട്ടുണ്ട്. ഐക്കിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ലൈബ്രറി. എല്ലയ്ക്ക് അത്രയില്ലെങ്കിലും ഒരു പകുതി ഇൻട്രസ്റ്റ് ഉണ്ട്. സാമിക്ക് അവൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ ഐക്കിയുടെ കാര്യത്തിൽ ലൈബ്രറി എന്ന് പറഞ്ഞാൽ അവന് അതൊരു ഹരമാണ്. ഐക്കി ഒരു സൈഡിലിരുന്ന് ഒരു ബാഗ് മുഴുവൻ കൊള്ളാവുന്ന അത്രയും ബുക്കുകൾ നിറയ്ക്കുന്നുണ്ട്. സാമി അവിടെ നിന്ന് ഏതൊക്കെയോ ബുക്ക് എടുത്ത് എന്തൊക്കെയോ വായിക്കാനായിട്ട് ശ്രമിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. ഒരുവിധം അവിടെ നിന്ന് എല്ലാവരെയും പിടിച്ച് പുറത്തിറക്കി റൈസ്ലിപ്പ് ലിഡോ റെയിൽവേ എന്ന് പറയുന്ന ഒരു പാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ട്രെയിൻ ജേണിയാണ്. അതിനുവേണ്ടിയാണ് ഞാൻ പിള്ളേരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് തന്നെ. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അടുത്ത ട്രെയിൻ ട്രിപ്പ് ഏകദേശം ഒരു 3/4 മണിക്കൂറിന് ശേഷമാണ്. എന്നാൽ പിന്നെ അതിന് ചുറ്റുവട്ടം നടന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഇവിടെ ഒരു റിസർവോയർ പോലത്തെ ഒരു സ്ഥലമുണ്ട്. അതിനകത്ത് പിള്ളേർക്ക് വേണമെങ്കിൽ ഇറങ്ങാം, അവർക്ക് വെള്ളത്തിൽ കളിക്കാം, കുളിക്കാം, അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട്. അത് ഞാൻ നേരത്തെ റിസർച്ച് ചെയ്യാത്തതുകൊണ്ട് വിട്ടുപോയ ഒരു ഇൻഫർമേഷനാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ പിള്ളേരെ വെള്ളത്തിൽ ഇറക്കാൻ പറ്റും, പക്ഷേ കുളിപ്പിക്കാൻ പറ്റില്ല. അത് അവരത്രയും ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. ആ നേരത്തെ കണ്ട റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു റിസർവോയർ കിടക്കുന്നത്. നമ്മൾ അത്രയും വഴി നടന്നിട്ടാണ് അങ്ങോട്ട് പോയത്. അവിടെ നിന്നുള്ള ട്രെയിൻ പിടിച്ച് തിരിച്ച് പാർക്കിങ്ങിലേക്ക് വരാമെന്നുള്ളതാണ് പ്ലാന്. ഇവിടുന്ന് നടക്കുമ്പോൾ തന്നെ നമുക്ക് അകലെ ഒരു ബീച്ചും അവിടെ ആളുകൾ ഇരിക്കുന്നതും പിള്ളേർ കളിക്കുന്നതും അതിൻ്റെ ബഹളവും ശബ്ദവും എല്ലാം നമുക്ക് കേൾക്കാം. നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് കാണാനായിട്ട്. എനിക്ക് വീണ്ടും വിഷമമായിപ്പോയി, ഇവർക്ക് പ്രിപ്പറേഷൻ ഇല്ലാതെയാണല്ലോ വന്നതെന്ന് ഓർത്തിട്ട്. പക്ഷേ പിന്നീട് വരണം എന്നുള്ളൊരു പ്ലാനോട് കൂടിയിട്ടാണ് പിന്നെ നമ്മൾ വെള്ളത്തിലോട്ട് പോയത്. സാമി ഇതുവരെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ളൊരു കളി കളിച്ചിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനകത്തിരിക്കണം എന്നൊക്കെ അവന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഞാൻ ഇരിക്കല് സാമി എന്നൊക്കെ പറഞ്ഞ് അവനെ എണിപ്പിച്ച് നിർത്തിയിട്ടാണ് മാനേജ് ചെയ്യുന്നത്. പക്ഷേ അവനൊന്ന് കുളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടുത്തെ ആളുകൾ എങ്ങനെ ഒരു ബീച്ചിൽ പോകുന്നു ആ ഒരു പ്രതീതിയാണ് ഈ ഒരു ഏരിയ മുഴുവൻ. ഒരു മണൽ പോലെ വിരിച്ചിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് അതിനകത്ത് കുടകളൊക്കെ വെച്ച് താഴെ മാറ്റൊക്കെ വിരിച്ച് ഫുൾ ബീച്ച് വെയറിലൊക്കെയാണ് ആൾക്കാർ വന്നിട്ടുള്ളത്. ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, കുറേ പേര് ബാർബിക്യൂ ചെയ്യുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻ്റാണ് മൊത്തം. ആളുകളുടെ പ്രൈവസി ഇവിടെ ഭയങ്കര ക്രിട്ടിക്കൽ ആയതുകൊണ്ട് നമുക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് നേരം പിള്ളേരെ കളിപ്പിച്ചിട്ട് അവസാനം ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നു. തൊട്ടപ്പുറത്ത് തന്നെയാണ് വേറെ റെയിൽവേ സ്റ്റേഷനുണ്ട്. നേരത്തെ പറഞ്ഞ റെയിൽവേ ലൈനിൻ്റെ ഫസ്റ്റ് എൻഡിങ് ആണ്. അവിടെ പോയി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. നല്ല മനോഹരമായ ഒരു ഏരിയയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ. മൊത്തം മരങ്ങളും തണലൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ട്രെയിൻ മെല്ലെ സ്റ്റേഷൻ്റെ അവിടേക്ക് വന്നു. നല്ല രസമുള്ള ഒരു ട്രെയിൻ കാണാനായിട്ട്. നല്ല ഓപ്പൺ സ്പേസും റൂഫൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒത്ത നടുക്കിൽ ബഗ്ഗി ഇടാനുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു ട്രെയിൻ. സാമിയുടെയും എല്ലയുടെയും മുഖം കാണേണ്ടത് തന്നെയായിരുന്നു. അവരങ്ങ് ആകെ എക്സൈറ്റഡ് ആയിപ്പോയി ട്രെയിനൊക്കെ കണ്ടപ്പോൾ. പക്ഷെ ഐക്കി ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല എനിക്ക്. ഞങ്ങൾ ക്യൂവിൽ ആദ്യം ആയിരുന്നതുകൊണ്ട് നേരെ ട്രെയിനിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ഒരു നല്ലൊരു സീറ്റ് പിടിച്ചു. ഓൾറെഡി അതിനകത്ത് ആൾക്കാർ കുറച്ച് ഇരിപ്പുണ്ട്. അവർ ആദ്യം വന്ന ആൾക്കാർ റിട്ടേൺ പോകുന്നതാണ്. ഈ ഒരു സ്ഥലത്തിന് വേറെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറേ പേര് ഓടി നടന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു.
നമ്മുടെ നാട്ടിൽ അധികമൊന്നും ഇല്ലാത്ത ഒരു തരം ട്രെയിനാണല്ലോ ഇതൊക്കെ. ഞാൻ പണ്ട് എപ്പോഴും എറണാകുളത്ത് ഏതോ ഒരു സ്ഥലത്ത് ചെറുപ്പത്തിൽ ഒരു ചെറിയൊരു ടോയ് ട്രെയിനിൽ കയറിയൊരു ഓർമ്മയുണ്ട്. ആ ഒരു ഓർമ്മയിൽ അങ്ങനത്തെ ഒരു ട്രെയിനിൽ കയറാൻ പല സ്ഥലത്ത് പോയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ അധികം അവൈലബിൾ അല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സമ്മറൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് ട്രെയിൻ സർവീസുകളുണ്ട്. ചെറുതും വലുതായിട്ടുള്ള ട്രെയിനിൻ്റെ ആ കൊതി അങ്ങ് നമുക്ക് അവസാനിപ്പിക്കാം. ഐക്കിക്ക് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വലിയ വികാരമില്ല. എല്ലയും സാമയും ഞാനും ഡാഡിയും വരെ എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ അവന് ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വായിച്ച് എങ്ങനെയും തീർക്കണം എന്നുള്ളൊരു പ്ലാനിലിങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ റിസർവോയറിൻ്റെ സ്ഥലം വിട്ട് നമ്മുടെ ട്രെയിൻ നീങ്ങി തുടങ്ങി. ഇത് പോകുന്നത് ആദ്യം നമ്മൾ കാറ് പാർക്ക് ചെയ്ത ആ സ്ഥലത്തേക്കാണ്. നല്ല രസമുള്ള റൈഡ് തന്നെയാണ്. മരങ്ങൾക്കിടയിലൂടെ ചെറിയ ചെറിയ സ്റ്റേഷനുകളൊക്കെ ഉണ്ട്. പക്ഷെ വേറെ സ്റ്റേഷനിലൊന്നും നിർത്തുന്നൊന്നുമില്ല. ഇവിടെ നിന്ന് വിടുന്നു, ആ ഒരു എൻഡ് സ്റ്റേഷനിലൂടെ നിർത്തുന്നു. ഞാൻ ഈ ട്രെയിൻ യാത്ര ആസ്വദിക്കുന്നതിനേക്കാളും കൂടുതൽ എല്ലയുടെയും സാമിയുടെയും മുഖത്ത് സന്തോഷം കാണുന്നതായിരുന്നു. അവരുടെ കോർ മെമ്മറിയാണല്ലോ. ചെറുപ്പത്തിലത്തെ ഇങ്ങനത്തെ കുറേ നല്ല മെമ്മറീസ് അവർക്ക് ജീവിതകാലം മുഴുവൻ നിൽക്കുന്നുള്ളതുകൊണ്ട് അവർക്ക് മാക്സിമം മെമ്മറീസ് ഉണ്ടാക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെയൊക്കെ മനസ്സിൽ കുട്ടിത്തം ഉണ്ടല്ലോ. ആ ഒരു കുട്ടിത്തമായിരുന്നു എൻ്റെയിലും ഡാഡിയുടെയിലും. ഞങ്ങളും അത് ശരിക്കും എൻജോയ് ചെയ്തൊരു റൈഡാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് സാമിക്ക് സീറ്റും എഴുന്നേറ്റ് നിൽക്കണം. അതിന് ചെറിയൊരു വാശിയും കരച്ചിലും അങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ ഒന്ന് ചെറിയൊരു വഴക്കൊക്കെ കിട്ടി. അപ്പോൾ അതിൻ്റെ മുഖം വെറുപ്പിച്ചിരിപ്പിലാണ്. നമ്മൾ ഏത് കിഡ്സിൻ്റെ പാർക്കിലോ റൈഡിലോ പോയാലും സേഫ്റ്റി അവർക്ക് അത് പ്രയോറിറ്റിയാണ്. പക്ഷേ ഈ ഒരു ട്രെയിനിനകത്ത് ഈ ഒരു ഡോർ അടയ്ക്കുന്ന മെക്കാനിസമോ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റോ അങ്ങനത്തെ ഒന്നുമില്ല. ഒരു ഓപ്പൺ പ്ലെയിൻ സീറ്റിംഗ് ആണ്. അതുകൊണ്ട് ചെറിയൊരു പേടിയായിരുന്നു. എക്സൈറ്റ്മെൻറ്റ് വന്ന് സാമി എങ്ങനെ എടുത്ത് ചാടുമോ എന്നുള്ളത്. പക്ഷേ എല്ലാം ഭയങ്കര റെസ്പോൺസിബിളായി സാമിനെയൊക്കെ ഇങ്ങനെ നോക്കി പിടിച്ച് അങ്ങനെ ഒരുവിധം പിടിച്ചിരുത്തി സേഫായിട്ട് എത്തിച്ചു എന്ന് പറയാം. ഇവരുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ അപാരം തന്നെയാണ്. ഓരോ സ്റ്റേഷൻ്റെ അവിടെയും അവരിങ്ങനെ പ്രതിമകളൊക്കെ വെച്ച് എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഈ പോകുന്ന വഴിയിലൊക്കെ ഈ മരം കൊണ്ടുള്ള ട്രെയിനും അതിനകത്ത് ഫുൾ പൂക്കളൊക്കെ ആയിട്ട് സമ്മറിൻ്റെ മൊത്തം ഒരു വൈബ് സെറ്റ് ചെയ്തിട്ടുള്ള ഫീലിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അത് നല്ലൊരു രസമുള്ള കാര്യമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഐക്കിയുടെ വായന കണ്ട് എൻ്റെ ക്ഷമ നശിച്ചു. ബുക്കൊക്കെ വലിച്ചെടുക്കാൻ നോക്കി. അവൻ്റെ നിന്ന് 2 കിട്ടിയപ്പോൾ ഞാൻ സമാധാനമായിട്ട് അവിടെ ഇരുന്ന് വീണ്ടും യാത്ര ആസ്വദിച്ചു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്റ്റേഷനിലെത്തി. ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ വാശി കാണിക്കുമെന്നായിരുന്നു എൻ്റെ പേടി, പ്രത്യേകിച്ച് സാമി. പക്ഷേ ആൾ സമാധാനപ്രിയനായിട്ടാണ് ഇറങ്ങിയത്. നന്നായി ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മനസ്സ് നിറഞ്ഞ അനുഭവമാണ് അവന്. അങ്ങനെ ഞങ്ങൾ ആ ട്രെയിനിൻ്റെ എൻജിൻ കാണാമെന്ന് വെച്ചിട്ട് ഫ്രണ്ടിലോട്ട് പോയപ്പോഴാണ് ആ ഡ്രൈവർ അതെടുത്തിട്ട് ഒരു ടേൺ ടേബിൾ പോലത്തെ സ്ഥലത്ത് കൊണ്ട് നിർത്തി. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി അത് ടേൺ ടേബിളാണ്, മെക്കാനിസം ആണെന്നുള്ളത്. ഞാൻ ഇതുവരെ അത് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷെ അവരത് ചെയ്യുന്നത് കണ്ടപ്പോൾ വലിയ ട്രെയിനുകളും ഇങ്ങനെയൊക്കെ തന്നെ അവർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു പുതിയൊരു അനുഭവമായിരുന്നു. ട്രെയിനിൻ്റെ എൻജിനൊക്കെ തിരിച്ച് പുള്ളിക്കാരൻ വീണ്ടും അവിടെ കിടക്കുന്ന ബാക്കിയുള്ള ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്ത് അടുത്ത ആൾക്കാരെ അതിലേക്ക് ക്ഷണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ട്രിപ്പിനുള്ള ആൾക്കാർ പോവാണ്. നമ്മളിങ്ങനെ ഇത് കണ്ടൊക്കെ നിൽക്കുവാണ്, തിരിച്ചൊന്നും പോയിട്ടില്ല. തൊട്ടപ്പുറത്തൊരു ടീ റൂമൊക്കെ ഉണ്ട്. ഞാൻ പോയിട്ട് ഒരു ചെറിയൊരു ചായക്ക് കുടിച്ച് പിള്ളേർക്കുള്ള സ്നാക്കും ഡാഡിക്ക് ഒരു സ്നാക്കൊക്കെ മേടിച്ച് തിരിച്ചു വന്നു. അപ്പോഴേക്ക് ആ ട്രെയിൻ ഇങ്ങനെ ഫില്ല് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ ട്രെയിനൊക്കെ ഫില്ല് ചെയ്യുന്നതൊക്കെ കണ്ട് ഡാഡി ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് കാറിൻ്റെ അവിടേക്ക് എത്തി. അപ്പോഴാണ് ആ കാറിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മുടെ ട്രെയിൻ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പിള്ളേർക്ക് ടാറ്റ കൊടുക്കണം, അതൊന്ന് കാണണം. ഓക്കെ, അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ആ ട്രെയിൻ പോകുന്നത് വരെ നമ്മളവിടെ കാത്തു നിന്നു. എന്നിട്ട് എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. പക്ഷേ പ്ലാൻ ചെയ്യാത്ത ട്രിപ്പാണെങ്കിൽ കൂടി മനോഹരമായ ട്രിപ്പായിരുന്നു. ചുമ്മാ വന്ന് നോക്കിയതാണ്, പക്ഷേ ശരിക്കും ആസ്വദിച്ചൊരു ദിവസം. അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു ദിവസം. അടുത്ത വ്ലോഗിൽ കാണാം. അതുവരെ എല്ലാവരും സ്റ്റേ ബ്ലെസ്ഡ്.